ദേഷ്യം വന്നത് ആശാശരത്തിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, അത് കേട്ടപ്പോ എന്റെ പൊന്നോ. സോ ഗൈസ്, ഇന്ന് ദൃശ്യം 3 റിവ്യൂ ആണ്. പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റോറി വന്നിട്ട് എനിക്ക് തോന്നിയത് ഒരു റബ്ബർ ബാൻഡ് ഇല്ലേ, അതിങ്ങനെ വലിച്ച് നീട്ടി 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 കൊണ്ടുപോകുന്ന അവസ്ഥയിലാണ് ഈ പടം. സിനിമയുടെ ഒരു പകുതി വരെയും ഒരാഴ്ച സത്യം പറഞ്ഞാൽ ഒന്നും ഇല്ല ആക്ച്വലി. കിടന്ന് ഉറങ്ങാനാ തോന്നിയ സമയത്ത്. അതായത് ഹാഫ് പോർഷൻ ഒക്കെ കഴിഞ്ഞ് ഏകദേശം ശരിക്കും പറഞ്ഞാൽ കഥയിലോട്ട് വന്നത് അവസാനം 20 മിനിറ്റാണ് കഥയ്ക്ക് വരുന്നത്. അതെ, അവസാനത്തെ സംഭവം ട്വിസ്റ്റ് അടിപൊളി ട്വിസ്റ്റ് ആട്ടോ, അതെനിക്ക് ഇഷ്ടമായി. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ആയിരുന്നു അത്. നന്നായിട്ട് അത് മാത്രം നന്നായിരുന്നു. ബാക്കി ഫുള്ളൊരു നമ്മുടെ സീരിയല്, മലയാളം സീരിയൽ എങ്ങനെയുണ്ട് അതുപോലെയാണ് എടുത്തു വെച്ചേക്കണത്. ദൃശ്യം 1, 2 എന്ന് പറഞ്ഞ പീക്ക് പടങ്ങളാണ്. അമ്മാതിരി പണി വെച്ചിരുന്ന പടം അവർ ഇപ്പിടി പണിട്ടയ്യാ ഇപ്പടി പണിട്ടയ്യാ. ആ 1, 2 ലെവലൊക്കെ വെച്ച് നോക്കുമ്പോ ദൃശ്യം 3 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോരായിരുന്നു. സംഭവം ദഹിക്കണുണ്ടായിരുന്നില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ ആ ഒരു സംഭവങ്ങളൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പറയാം. പക്ഷെ ഫുള്ളായിട്ട് ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്ത രീതിയിൽ ഒട്ടും തോന്നിയില്ല. കാരണം കഥ അവർക്ക് ആക്ച്വലി ഒന്നും ഇല്ലാത്ത പോലെ തോന്നിപ്പോയി എനിക്ക്. ലാസ്റ്റാണ് പിന്നെ ആ ഒരു ടെസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ വെറുതെ ആയി പോയേനെ. പക്ഷെ സംഭവം എന്താണ് ഇനിയിപ്പോ 4 കൊണ്ടുവരാണെങ്കിൽ അതിൽ എന്തുട്ടാണ് ചെയ്യാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 4 ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട് 4 ഇറങ്ങുമായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതിൽ എന്തുട്ടാ ചെയ്ത് വെക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇത് കഥ ഒന്നും പറയാനില്ല. മറ്റേ നമ്മുടെ ST സൂര്യയുടെ പടത്തില്ലേ, വന്നു സുട്ടു, അതുപോലെ തന്നെ സെയിം റിപ്പീറ്റ്. വരുന്നു, കേസ് അന്വേഷിക്കുന്നു, പോകുന്നു, കണ്ടുപിടിക്കുന്നില്ല. അവസാനം ഈ വട്ടം ഒരു ട്വിസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ 3ാമത്തെ ഒരു ഭാഗം ഇറക്കാൻ കാരണം തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ എന്താണ് അതൊരു വെല്ലുവിളി പോലെയാണ് പടം നിന്നിരുന്നത് ഈ ദൃശ്യം 1 ഉം 2. അപ്പോൾ അതിനൊന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ട് എടുത്ത പോലെ എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ലോ എന്ന് പറയുന്നത് അത്രയധികം ഇതുള്ള ഒരു കട്ടി സംഭവമാണ്. അതിനൊരിക്കലും ഒരാൾ വന്നിട്ട് ഇത്രയ്ക്ക് ഇത് കാണിക്കരുതെന്ന് ആക്കാൻ വേണ്ടിയിട്ട് കൂടെ എടുത്തൊരു പടമാണെന്ന് എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്തു ഈ ഒരു പടം. അതിന് വേണ്ടിയിട്ട് എടുത്ത പോലെ എനിക്ക് തോന്നി. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് അറിയാവുന്ന പോലെ 1 ഉം 2 ഉം അത്രയധികം സഫർ ചെയ്ത ആൾ ഇനിയും സഫർ ചെയ്യണോ വേണ്ടോ. പിന്നെ എനിക്ക് ദേഷ്യം വന്നത് ആശാശരത്തിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, അത് കേട്ടപ്പോ എന്റെ പൊന്നോ എന്തൊന്നാ പെണ്ണും പുള്ളക്ക് മതിയായില്ലേ. നമുക്ക് മതിയായി, അവർക്ക് ഇതുവരെ മതിയായിട്ടില്ലത്. അവർക്ക് ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ 4ാമത്തെ ഒരു ഭാഗം ഇറങ്ങാണെങ്കിൽ നമ്മുടെ മോഹൻലാൽ ലാലേട്ടൻ വന്ന് ചെയ്യേണ്ട ഒരു കാര്യം, സിദ്ദിഖ് ആശാശരത്ത് ആ കേസ് അന്വേഷിക്കണ പോലീസില്ലേ തട്ടിക്കളയാ. ബോംബ് വെച്ചല്ല എന്നാ മാത്രമേ 4 എന്നുള്ള ഒരു ഭാഗം തീരുള്ളൂ ഇതിൽ. അല്ലെങ്കിൽ സ്വന്തം കുടുംബം സൂസൈഡ് ചെയ്യാം. കാരണം 4 എന്നുള്ള ഒരു പാർട്ട് എടുക്കുകയാണെങ്കിൽ 4 തീരൂല. ഇനിയിപ്പോ എന്തിട്ട് എടുത്ത് കണ്ടുപിടിക്കും, അതാ ചോദിക്കണത്. കണ്ടുപിടിക്കാൻ എന്തെന്നാണല്ലോ എനിക്ക് അറിഞ്ഞൂടെ ദൈവമേ. സത്യം പറഞ്ഞാൽ 3ാമത്തെ ഭാഗം എടുത്ത് ജിത്തു ജോസഫിനോട് സല്യൂട്ട് ഉണ്ട്. കാരണം ഈ ഒരു ടെസ്റ്റ് കൊണ്ടുവന്നു, ആ ഒരു ടെസ്റ്റ് ഉള്ളതുകൊണ്ട് പൈസ കിട്ടിയെന്നോട്ടാ പടം. പൈസ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു പ്രേക്ഷകരെന്ന നിലയിൽ നമ്മള് പോയാൽ നമുക്കത് ഭയങ്കര ഒരു നഷ്ടമായിട്ട് ഫീൽ ചെയ്യും. മെയിനായിട്ട് എന്തിനാണ് നമ്മൾ ഈ പടം കണ്ടു പോയെന്ന് വരെ നമുക്ക് തോന്നും. 1, 2 ഒക്കെ വെച്ച് നോക്കുന്നുണ്ട് 1, 2 ഒക്കെ പീക്ക് പടങ്ങൾ. എന്തോ സത്യം പറഞ്ഞാൽ എനിക്ക് ഹാഫ് പോർഷൻ വരെ സീരിയൽ പോലെ എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. ആദ്യത്തെ ഹാഫ് പോർഷനിൽ ഒന്നുമില്ല. ഇന്റർവെൽ ടൈം കഴിയുമ്പോഴാണ് ഈ പടത്തിൽ എന്തെങ്കിലുമൊക്കെ വരണത്. കാരണം സാധാരണ ഒരു ഫാമിലിയിലുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് ഈ ആദ്യത്തെ ഹാഫ് പോർഷനിൽ കൊണ്ടുവന്ന് വെച്ചേക്കണത്. ലാസ്റ്റ് പോർഷൻ ഉള്ളതുകൊണ്ട് മാത്രം കഥ വാസ് അടിപൊളി. ആ ഒരു പോർഷൻ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്, കഥ മൊത്തത്തിലാണ്. ആ ഒരു പോർഷൻ, ആ ഒരു ട്വിസ്റ്റ് അടിപൊളിയായിരുന്നു. പിന്നെ കുറെ പേരൊക്കെ അത്രയ്ക്ക് ബുദ്ധിജീവികളൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അപ്പോൾ പടം എല്ലാവരും കണ്ടേക്കണതാണ്. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ OTT റിലീസിലോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഉണ്ട് സാധനം, പോയി കാണാം, അഭിപ്രായം പറയാം. അല്ല ഇപ്പൊ എല്ലാവർക്കും അറിയാം കഥ, എന്നാലും ജസ്റ്റ് പറഞ്ഞാണ്. സോ ജിത്തു ജോസഫ് 4ാമത്തെ ഒരു പടം എടുക്കുന്നുണ്ടെങ്കിൽ അതും പോയി കാണും, അതിലും എന്താ ഇതുപോലെ ഒന്ന് പറയും. ഓക്കെ, ബൈ. കാണാം.